ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യത്തെ 35 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം, തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണ്? ഓപ്ഷൻ എ ONV, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ, ഓപ്ഷൻ ഡി ചുള്ളിക്കാട്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തുഞ്ചത്ത് എഴുത്തച്ഛൻ. 37ാമത്തെ ചോദ്യം, അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1855, ഓപ്ഷൻ ബി 1888, ഓപ്ഷൻ സി 1818, ഓപ്ഷൻ ഡി 1911. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. 38ാമത്തെ ചോദ്യം, തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ സി കുറുമ്പൻ ദൈവതൻ, ഓപ്ഷൻ ഡി കുമാരഗുരു ദേവൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അയ്യങ്കാളി. 39ാമത്തെ ചോദ്യം, കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഓപ്ഷൻ എ മലയാളം, ഓപ്ഷൻ ബി കാലിക്കറ്റ്, ഓപ്ഷൻ സി SSUS, ഓപ്ഷൻ ഡി കുസാറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കുസാറ്റ്. 40ാമത്തെ ചോദ്യം, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? ഓപ്ഷൻ എ നെയ്മർ, ഓപ്ഷൻ ബി കൈലിയൻ എംബാപ്പെ, ഓപ്ഷൻ സി റൊണാൾഡോ, ഓപ്ഷൻ ഡി ലയണൽ മെസ്സി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കൈലിയൻ എംബാപ്പെ. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? ഓപ്ഷൻ എ ഇന്റർപ്രറ്റർ, ഓപ്ഷൻ ബി കമ്പൈലർ, ഓപ്ഷൻ സി അസംബ്ലർ, ഓപ്ഷൻ ഡി ലോഡർ. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പൈലർ. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? 1 റൂട്ടർ, 2 സ്വിച്ച്, 3 ഹബ്ബ്, 4 ബ്രിഡ്ജ്. 42ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 മാത്രം. അതായത് ഇവിടെ റൂട്ടർ മാത്രമാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. 43ാമത്തെ ചോദ്യം, ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? 43ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രോണ്ടിയർ HPE ക്രേ X235A. 44ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബിങ്. 45ാമത്തെ ചോദ്യം, മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. 46ാമത്തെ ചോദ്യം, ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ നരേന്ദ്ര സിംഗ് കബാനി, ഓപ്ഷൻ ബി സത്യേന്ദ്രനാഥ് ബോസ്, ഓപ്ഷൻ സി താണു പത്മനാഭൻ, ഓപ്ഷൻ ഡി ജഗദീഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നരേന്ദ്ര സിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ്. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? 47ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആസ്ട്രോസാറ്റ്. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ്? ഓപ്ഷൻ എ ജലവൈദ്യുതി, ഓപ്ഷൻ ബി കാറ്റൂർജം, ഓപ്ഷൻ സി ബയോ എനർജി, ഓപ്ഷൻ ഡി ആണവോർജം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആണവോർജം. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 50ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി ഷില്ലോങ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡെറാഡൂൺ. 51ാമത്തെ ചോദ്യം,
ഇനി മാത്സിലെ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 51-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര സംഖ്യാ ശ്രേണിയുടെ അടുത്ത പദം ഏതാണ്? √2, √8, √18, √32. അടുത്തതായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് √50 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 52-ാമത്തെ ചോദ്യം, എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 40. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 30. 53-ാമത്തെ ചോദ്യം, ഒരു വ്യക്തി 600 മീറ്റർ നീളമുള്ള തെരുവ് 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു. കിലോമീറ്റർ അവറിൽ അവന്റെ വേഗത എത്രയാണ്? ഓപ്ഷൻ എ 6.8, ഓപ്ഷൻ ബി 7.2, ഓപ്ഷൻ സി 8.4, ഓപ്ഷൻ ഡി 8.6. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 7.2. 54-ാമത്തെ ചോദ്യം, എ സ്കൂൾ പദ്ധതി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ടെങ്കിൽ ബി ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 17. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 16. 55-ാമത്തെ ചോദ്യം, 48,000 രൂപ ഒരു വർഷത്തേന് 8% നിരക്കിൽ അർദ്ധവാർഷികം കൂട്ടിച്ചേർക്കുമ്പോൾ ആ രൂപയുടെ കൂട്ടുപലിശ എത്രയാണ്? 55-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3916.8. 56-ാമത്തെ ചോദ്യം, 8 രൂപയിൽ നിന്ന് 8 പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ്? ഓപ്ഷൻ എ 10:1, ഓപ്ഷൻ ബി 1:10, ഓപ്ഷൻ സി 8:1, ഓപ്ഷൻ ഡി 1:8. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 10:1. 57-ാമത്തെ ചോദ്യം, സമീറ 3.1/2 കിലോ ആപ്പിളും 4.3/4 കിലോ ഓറഞ്ചും വാങ്ങി. അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 8.1/4. 58-ാമത്തെ ചോദ്യം, ഒരു റോംബസിന്റെ വിസ്തീർണം 240 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഡയഗണലുകളിൽ ഒന്ന് 16 സെന്റിമീറ്റർ ആണ്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. ഓപ്ഷൻ എ 20 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 30 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 40 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 50 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 30 സെന്റിമീറ്റർ. 59-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഭിന്നരൂപങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്? ഓപ്ഷൻ എ 11/9, ഓപ്ഷൻ ബി 11/7, ഓപ്ഷൻ സി 11/10, ഓപ്ഷൻ ഡി 11/6. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 11/10. 60-ാമത്തെ ചോദ്യം, ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അതിൽ GST 12% ഉൾപ്പെടുന്നു. GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില എത്രയായിരുന്നു? ഓപ്ഷൻ എ 680, ഓപ്ഷൻ ബി 690, ഓപ്ഷൻ സി 700, ഓപ്ഷൻ ഡി 710. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 700. ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. 61-ാമത്തെ ചോദ്യം, ഒരു കോഡിൽ CORNER എന്നത് GSVRIV എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡിൽ തന്നെ CENTRAL എന്നത് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, GIRXVEP. 62-ാമത്തെ ചോദ്യം, Q സൂചിപ്പിക്കുന്നത് സങ്കലനത്തെയും J സൂചിപ്പിക്കുന്നത് ഗുണനത്തെയും T സൂചിപ്പിക്കുന്നത് വ്യവകലനത്തെയും K സൂചിപ്പിക്കുന്നത് ഹരണത്തെയുമാണെങ്കിൽ 26K2Q3J6T4 എത്രയാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ലഭിക്കുക, 27. 63-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 396, 462, 572, 427, 671, 264. 63-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 427. 64-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഏതാണ്? 3, 6,
11, 18, 27 ഡാഷ് 51. ഇവിടെ വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 38. 65-ാമത്തെ ചോദ്യം. ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെങ്കിൽ അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന കോൺ എന്തായിരിക്കും? ഓപ്ഷൻ എ 110 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 135 ഡിഗ്രി, ഓപ്ഷൻ ഡി 150 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 150 ഡിഗ്രി. 66-ാമത്തെ ചോദ്യം. എയുടെ മകൻ ബി സിയെ വിവാഹം കഴിച്ചു. അവളുടെ സഹോദരി ഡി ഇയെ വിവാഹം കഴിച്ചു. ബിയുടെ സഹോദരൻ ആണ് ഇ. അങ്ങനെയെങ്കിൽ സി എങ്ങനെ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നാത്തൂൻ, ഓപ്ഷൻ ബി സഹോദരി, ഓപ്ഷൻ സി മകൾ, ഓപ്ഷൻ ഡി കസിൻ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, നാത്തൂൻ. 67-ാമത്തെ ചോദ്യം. ഒക്ടോബർ 1 ഞായറാഴ്ചയാണെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി വെള്ളി, ഓപ്ഷൻ സി ഞായർ, ഓപ്ഷൻ ഡി തിങ്കൾ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബുധൻ. 68-ാമത്തെ ചോദ്യം. കെ എന്നത് എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്കു പടിഞ്ഞാറാണ്. എം എന്നത് എല്ലിന്റെ തെക്ക് കിഴക്ക് 40 മീറ്റർ ആണെങ്കിൽ കെയുടെ ദിശയിലാണ് എം ഉള്ളത്. ഓപ്ഷൻ എ പടിഞ്ഞാറ്, ഓപ്ഷൻ ബി കിഴക്ക്, ഓപ്ഷൻ സി വടക്ക്, ഓപ്ഷൻ ഡി തെക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കിഴക്ക്. 69-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ നിന്ന് സമാന ബന്ധമുള്ള വാക്ക് തിരഞ്ഞെടുക്കുക. കോയിഫ്, ഹെയർ. ഇവിടെ ഡാഷ് ഉള്ള ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് മ്യൂസിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്കോർ. 70-ാമത്തെ ചോദ്യം. 3 1/6 അധികം 4 1/2 മൈനസ് 2 2/3 മൈനസ് 1 11/12 വില എത്രയാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് ലഭിക്കുക, 37/12. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൺ ബിലോ. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്. ഇത് ഏത് ടൈപ്പിലുള്ള സെന്റൻസ് ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഇത്. 72-ാമത്തെ ചോദ്യം. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ഓപ്ഷൻ എ ലുക്സ്, ഓപ്ഷൻ ബി ലുക്ഡ്, ഓപ്ഷൻ സി ലുക്ക്, ഓപ്ഷൻ ഡി ഈസ് ലുക്കിംഗ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ലുക്സ്. 73-ാമത്തെ ചോദ്യം. ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദ. 74-ാമത്തെ ചോദ്യം. യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം ഡാഷ്. 74-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാസ് ഷീ. 75-ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. 75-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് മെറ്റ്. 76-ാമത്തെ ചോദ്യം. റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സൂപ്പർലേറ്റീവ്. 77-ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. അമിത് വെയിറ്റഡ് ഫോർ ഹെയർ ഡാഷ് ദ എൻട്രൻസ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അറ്റ്. 78-ാമത്തെ ചോദ്യം. ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്. ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ്. 78-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡസിൻറ്റ്. 79-ാമത്തെ ചോദ്യം. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ദ ഓൾഡ് വിമൻ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. 79-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ലെപ്റ്റ്. 80-ാമത്തെ ചോദ്യം. ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, എ ലിറ്റിൽ. 81-ാമത്തെ ചോദ്യം. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വോ ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡിസ്ട്രസ്.
82ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദ വേർഡ് മാർട്ട്? 82ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെയ്. 83ാമത്തെ ചോദ്യം, ദ ഫ്രേസിൽ വർ ബീഫ് അപ്പ് മീൻസ്? 83ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു മേക്ക് സംതിങ് ബിഗർ. 84ാമത്തെ ചോദ്യം, ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ എ ഡാഷ് ഓഫ് ഫിഷ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്കൂൾ. എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് സാധാരണ നമ്മൾ പറയുക. 85ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, എൻസൈക്ലോപീഡിയ. 86ാമത്തെ ചോദ്യം, ഇഡിയം ഗോ ഓൺ എ വൈഡ് ഗൂസ് ചേസ് മീൻസ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ടു ഡു സംതിങ് പോയിന്റ്ലെസ്. 87ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക് മീൻസ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്. 88ാമത്തെ ചോദ്യം, ദ സ്റ്റഡി ഓഫ് മൗണ്ടൻസ് ഈസ് ടേം ആസ്? പർവ്വതങ്ങളെ പറ്റിയുള്ള പഠനമാണ് ചോദ്യം. 88ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓറോളജി. 89ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ് ഡാഷ് എ സം ഓഫ് 500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവരി വീക്കെൻഡ്? 89ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ചോദ്യം, ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ് സ്പെൽഡ്. ഫൈൻഡ് ദ വേർഡ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓംലെറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മലയാളത്തിലെ ചോദ്യങ്ങളാണ്. 91ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തടിനി. 92ാമത്തെ ചോദ്യം, വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം എന്നതിൻ്റെ വിപരീത പദമാണ് അചഞ്ചലം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 93ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ എന്നത് പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഉൾ അധികം മ. 94ാമത്തെ ചോദ്യം, ശരിയായ പദം ഏതാണ്? ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നിശ്ചയം. 95ാമത്തെ ചോദ്യം, സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്നതിൻ്റെ സമാന പദമാണ് സൂര്യൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 96ാമത്തെ ചോദ്യം, തെറ്റില്ലാത്ത വാക്യമേത്? ഓപ്ഷൻ എ നന്ദി രേഖപ്പെടുത്തുന്നു, ഓപ്ഷൻ ബി നന്ദി പറയുന്നു, ഓപ്ഷൻ സി നന്ദി തരുന്നു, ഓപ്ഷൻ ഡി നന്ദി വാങ്ങുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നന്ദി പറയുന്നു. 97ാമത്തെ ചോദ്യം, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, അധ്വാനത്തിന്റെ മഹത്വം. 98ാമത്തെ ചോദ്യം, as the seed so the sprout എന്നതിൻ്റെ പരിഭാഷ എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വിത്ത് ഗുണം 10 ഗുണം. 99ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. ഈ അധികം അൾ. ഈ അധികം അൾ ചേർത്തെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 100ാമത്തെ ചോദ്യം, കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നശിപ്പിക്കുക. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.